ഞാനിപ്പോൾ ചികിത്സാനീതി എന്ന സംഘടനയെ പ്രതിനിധാനം ചെയ്താണ് ഇവിടെ വന്നത്. ഇതിൻ്റെ സംഘാടകരിൽ ഒന്ന് ചികിത്സാ നീതിയാണ്. ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരംഭിക്കാനിടയായത് ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളിലെ ചികിത്സാ പിഴവുകൾ എന്ന് പറയാവുന്ന നെഗ്ലിജൻസ് ട്രീറ്റ്മെൻറ്റ് ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ബന്ധപ്പെട്ട ഡോക്ടർമാരുടെയും ഹോസ്പിറ്റലിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനു വേണ്ടിയുള്ള പരിഹാരം ഒന്ന് ആ ചികിത്സാ പിഴവ് മാറ്റി ശരിയായ ചികിത്സ ചെയ്തു കൊടുക്കണം. പക്ഷെ അതിനവർ വീണ്ടും ചാർജ് ചെയ്യുന്നു. അവർക്ക് പറ്റിയ പിഴവ് തിരുത്താൻ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ വിഷയം ഒരു ലീഗൽ ഫൈറ്റിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവരും മാർഗമില്ല എന്നുള്ള സ്ഥിതി വന്നു. അങ്ങനെ കേരള ലീഗൽ ഫൈറ്റ് തുടങ്ങി. കീഴ്ക്കോടതികളിലൊക്കെ രോഗിക്ക് അനുകൂലമായ വിധികൾ കിട്ടി. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റീസ് സുപ്രീം കോടതി വരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. അങ്ങനെയാണ് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം, പാവപ്പെട്ട രോഗികൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇത് അധികം സംഭവിക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പിന്നെ ട്രെയിനായതുകൊണ്ട് പ്രശ്നമുണ്ട്. പാവപ്പെട്ട രോഗികൾ നിസ്സഹായരായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്കൊന്നും ചെയ്യാനില്ല. അവർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചാൽ അത് നേരിടുക, അതിൻ്റെ കഷ്ടങ്ങൾ. അതുപോലത്തെ പല റിപ്പോർട്ടുകളും നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ പലപ്പോഴും പത്ര റിപ്പോർട്ടുകൾ കാണാറുണ്ട്. ചില രോഗികളും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും ഡോക്ടർമാരുമായിട്ട് കലഹം അല്ലെങ്കിൽ പലപ്പോഴും അടിപിടി വരെ സംഭവിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ശരിക്ക് ഇത്തരം രംഗങ്ങളിലാണ് ചികിത്സാ നീതി ഇടപെടാൻ ശ്രമിച്ചത്. അപ്പോൾ അത്തരം കേസുകൾ ഏറ്റെടുക്കുകയല്ല ചികിത്സാ നീതി ചെയ്യുന്നത്. ചികിത്സ ചെയ്യുന്നത് ആ രോഗികളെയും ബന്ധുക്കളെയും ഡോക്ടർമാരെയും ഒക്കെ ബന്ധപ്പെട്ടിട്ട് അത് രമ്യമായി പരിഹരിക്കുക. അതെങ്ങനെ പരിഹരിക്കുക, അതല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊരു ലീഗൽ ഫൈറ്റിലേക്ക്, നിയമ പോരാട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം, അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക. ഞങ്ങൾ ഇത്തരം കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല, ഞങ്ങൾ ചെയ്യുന്നുമില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഈ രോഗികൾക്ക് സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അടിപിടി ഉണ്ടാക്കുകയും ഫൈറ്റ് ചെയ്യുക അല്ല വേണ്ടത്. ഒരു നിയമ പോരാട്ടത്തിലൂടെ പ്രശ്നങ്ങൾക്ക് ചെയ്യാറുണ്ട്. അനവധി കേസുകൾക്ക് ചികിത്സാ നീതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ പ്രിൻസാണ് ഞങ്ങളൊക്കെ അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിനിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, DVSP SP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാനിടയായി ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് മെഡിക്കൽ ലോയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ സാധാരണ CRPC ചട്ടങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കേസ് ചാർജ് ചെയ്യും. FIR തയ്യാറാക്കുന്നു, ഒരു റിപ്പോർട്ടും തയ്യാറാക്കി കേസ് ഫയൽ ചെയ്യുന്നു. അത്ര മാത്രം ഒരു CRPC അനുസരിച്ചിട്ട് മെഡിക്കലിലും പ്രത്യേകിച്ച് ഇവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ വിശദമായ മെഡിക്കൽ ഡോക്ടർ. പക്ഷെ അതിനെക്കുറിച്ച് അറിയില്ല. പലപ്പോഴും അഡ്വക്കേറ്റ്മാർക്ക് പോലും അറിയില്ല മെഡിക്കലിനെ കുറിച്ച്. അതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത്തരം രംഗങ്ങളിൽ കുറച്ച് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഡോക്ടർ പ്രിൻസ് വഴി നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പളും ആയിട്ടും ഞങ്ങൾ ബന്ധപ്പെടാനിടയായി. ഒന്ന് രണ്ട് സെമിനാറുകളൊക്കെ തന്നെ നടത്താനിടയായി. ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് വലിയ കാര്യം ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് സമൂഹം പൊതുവിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അധികാരികളോ ഒന്നും തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ തന്നെ തയ്യാറാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഉടന്തറി സംഘടനകളും അതുപോലുള്ള എന്താ പറയുക ഇടപെടാൻ തയ്യാറാകുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ സജീവമാകുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ നടക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളുമായിട്ട് ഒന്ന് എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്ന മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇന്ന് നടക്കുന്ന സെമിനാറുകൾക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.